എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 68-ാം ദിവസം. ഇന്ന് 671 മുതൽ 680 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം വൃദ്ധായേ നമഃ. ഓം ബ്രഹ്മാത്മൈക്യസ്വരൂപിണ്യേ നമഃ. ഓം ബൃഹത്യേ നമഃ. ഓം ബ്രാഹ്മണ്യേ നമഃ. ഓം ബ്രാഹ്മ്യേ നമഃ. ഓം ബ്രഹ്മാനന്ദായേ നമഃ. ഓം ബലിപ്രിയായേ നമഃ. ഓം ഭാഷാരൂപായേ നമഃ. ഓം ബൃഹത്സേനായേ നമഃ. ഓം ഭാവാഭാവ വിവർജിതായേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം വൃദ്ധായേ നമഃ. ഓം ബ്രഹ്മ ആത്മ ഐക്യ സ്വരൂപിണ്യേ നമഃ. ഓം ബൃഹത്യേ നമഃ. ഓം ബ്രാഹ്മണ്യേ നമഃ. ഓം ബ്രാഹ്മ്യേ നമഃ. ഓം ബ്രഹ്മാനന്ദായേ നമഃ. ഓം ബലിപ്രിയായേ നമഃ. ഓം ഭാഷാരൂപായേ നമഃ. ഓം ബൃഹത്സേനായേ നമഃ. ഓം ഭാവ അഭാവ വിവർജിതായേ നമഃ. ഇനി ഇതിൻ്റെ സാമാന്യ അർത്ഥമെന്ന് നോക്കാം. ഓം വൃദ്ധായേ നമഃ. വൃദ്ധ എന്ന് പറഞ്ഞാൽ പണ്ടേക്കു പണ്ടേ ഉള്ളവൾ, എന്നും ഇവിടെ ഉള്ളവൾ ദേവി മാത്രമേ ഉള്ളൂ. അപ്പം വൃദ്ധ പണ്ടേക്ക് പണ്ടേ ഉള്ളത്. പക്വതയുള്ളവൾ, പണ്ടേക്ക് പണ്ടേ എന്ന് പറയുമ്പോൾ ദേവി സൃഷ്ടി തുടങ്ങിയ കാലം തൊട്ട് ദേവി ഇവിടെ ഉണ്ട്. അപ്പം ദേവിയാണ് പണ്ടേക്ക് പണ്ടേ ഉള്ളവൾ, എന്നും ഇവിടെയുള്ളവൾ ദേവി, പക്വതയുള്ളവൾ ദേവി. ഇനി അടുത്തത് ഓം ബ്രഹ്മാത്മൈക്യ സ്വരൂപിണ്യേ നമഃ. ബ്രഹ്മ ആത്മ ഐക്യ സ്വരൂപിണി, ബ്രഹ്മാവും ആത്മാവും ദേവി തന്നെയാണ്. സൃഷ്ടി നടക്കുന്ന സമയത്ത് ഒരേ ഒരു പരബ്രഹ്മം, ആ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടി നടക്കുന്ന സമയത്ത് ഒരേ ഒരു പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തിൽ ആത്മാവും സൃഷ്ടി നടത്തുമ്പം എന്താ പറയുന്നത്, ബ്രഹ്മസ്വരൂപമാണ് സൃഷ്ടി നടത്തുമ്പോൾ ഉള്ളത്. പിന്നെ തുടങ്ങുമ്പോൾ ബ്രഹ്മാവും ആത്മാവും ഒന്നാണ്. പിന്നെ അത് കഴിയുമ്പോൾ എന്ത് പറ്റും, അവസാനം പ്രളയം വരുമ്പോൾ എല്ലാം നശിക്കുന്നു. പിന്നെയും വീണ്ടും സൃഷ്ടി നടക്കുന്ന സമയത്ത് ബ്രഹ്മ ഐക്യമുണ്ട്. ബ്രഹ്മാവും ആത്മാവിൻ്റെ ഐക്യം സ്വരൂപിണിയാണ് ദേവി. അപ്പോൾ സൃഷ്ടിയും സംഹാരവും ഒരാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവും ആത്മാവും ഒന്നിച്ചു ചേർന്ന ബ്രഹ്മാവും ആത്മാവും തമ്മിലുള്ള ഐക്യസ്വരൂപിണിയാണ് ദേവി. ഓം ബൃഹത്യേ നമഃ. ബൃഹതി, ഏറ്റവും ബൃഹത്തായവൾ. ഇവിടെയും എന്താണ്, ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ബൃഹത്തായവളാണ്, ഏറ്റവും വലിപ്പമുള്ള. അതിനെ നമുക്ക് അളന്ന് തിരിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ബൃഹത്തായവൾ, ഈ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ആ പ്രപഞ്ചത്തിനെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനൊന്നും ഒക്കത്തില്ല. അതുപോലെ ബൃഹത്തായവൾ. ബ്രാഹ്മണ്യേ നമഃ. ബ്രാഹ്മണി എന്ന് വെച്ചാൽ പ്രധാനിയായ ആൾക്കാരെയാണ് ബ്രാഹ്മണൻ. അപ്പോൾ ആ ബ്രാഹ്മണിയുടെ സ്ത്രീലിംഗ രൂപമാണ് ബ്രാഹ്മണി. സത്വഗുണപ്രധാനയായ ജ്ഞാനസ്വരൂപിണി ദേവി. ഓം ബ്രാഹ്മ്യേ നമഃ. ബ്രാഹ്മി, വാക്കിൻ്റെ അധിദേവത. വാക്കിൻ്റെ അധിദേവത എന്ന് പറഞ്ഞാൽ സരസ്വതി. അപ്പം ബ്രാഹ്മി സരസ്വതി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് വാക്കിൻ്റെ അധിദേവത, വാഗ്ദേവത. ഓം ബ്രഹ്മാനന്ദായേ നമഃ. ബ്രഹ്മാനന്ദ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദത്തിൽ സദാ ലയിച്ചിരിക്കുന്നവളാണ് ദേവി. ഓം ബലിപ്രിയായേ നമഃ. ബലിപ്രിയ, യാഗാദി കർമ്മങ്ങളിലെ പൂജകളിൽ പ്രീതയാകുന്നവൾ. അപ്പം യാഗാദി കർമ്മങ്ങൾ നടക്കുമ്പോൾ അവിടെ പൂജ നടക്കും. ആ പൂജയിൽ സംപ്രീതയാകുന്നവളാണ് ദേവി. അപ്പോൾ ഇവിടെ യാഗാദി കർമ്മങ്ങൾ എന്ന് പറയുമ്പം ഇവിടെ ബലിപ്രിയയാണ്. നമ്മളെ തന്നെയാണ് നമ്മൾ ബലി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനെന്ന ഭാവത്തെ ബലി കൊടുക്കുന്നു, നമ്മളിലെ അഹങ്കാരം ഇല്ലാതാക്കുന്നു. ഇപ്പം യാഗാദി കർമ്മങ്ങളിൽ നമ്മളെ തന്നെയാണ് അവിടെ ബലി അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവത്തെ ഇല്ലാതെയാക്കുന്നു. അതാണ് ബലിപ്രിയ. ഓം ഭാഷാരൂപായേ നമഃ. ദേവി വാഗ്ദേവതയാണ്. അതുപോലെ ദേവി ഭാഷാസ്വരൂപമാണ്. ഭാഷ തന്നെ ദേവീ സ്വരൂപമാണ്.
ഭാഷ ദേവീ സ്വരൂപമാണ് ഭാഷ. അപ്പം നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് വേണം? വളരെ ശ്രദ്ധ വേണം. കാരണം നമ്മൾ ദേവിയെയാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവിയെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. ഉച്ചാരണ ശുദ്ധിയോടെ നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഉച്ചരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ എന്താ പറയുന്നത്, നമ്മൾ നമുക്കറിയാമല്ലോ ഒരു വാക്ക് ഏതെല്ലാം തരത്തിലാണ് ആളുകൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഓർക്കണം, നമ്മൾ നല്ല രീതിയിലല്ല വാക്കുകൾ പ്രയോഗിക്കുന്നതെങ്കിൽ അത് ആർക്ക് ദോഷമായിട്ടാണ്? നമ്മൾ ദേവിക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്കാണ് നമ്മൾ പറയേണ്ടത്. എപ്പോഴും നമ്മുടെ വാക്ക് എങ്ങനെ ആയിരിക്കണം? നല്ല വാക്കുകളായിരിക്കണം. മോശമായ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ദേവീ കോപത്തിന് കാരണമാകും. അതാണ് ഇവിടെ പറയുന്നത്, ദേവി വാഗ്ദേവതയാണ്. ഭാഷ തന്നെയാണ് ദേവീ സ്വരൂപം. ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ശ്രദ്ധ വേണം. ഓം ബൃഹൽ സേനായേ നമഃ. ബൃഹൽ സേന, ബൃഹത്തായ സേനയോട് കൂടിയവൾ. ബൃഹത്തായ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ 64 കോടി യോഗിനിമാർ ദേവിക്കുണ്ട്. അതുപോലെ തന്നെ ഭണ്ഡാസുരനെ വധിക്കാൻ നേരമുള്ള ശക്തിസേന. അപ്പോൾ ഇവിടെ എത്ര കണക്ക് കൂട്ടിയാലും നമുക്ക് എണ്ണം തിട്ടപ്പെടുത്താനൊക്കത്തില്ല. ബൃഹത്തായ സേനയോട് കൂടിയവളാണ് ദേവി. അതാണ് ബൃഹൽ സേന. ഓം ഭാവ അഭാവ വിവർജിതായേ നമഃ. ഭാവവും അഭാവവും ഇല്ലാത്തവൾ. അതാണ് ഭാവ അഭാവം. ഭാവം എന്ന് വെച്ചാൽ ഉള്ളത്, അഭാവം ഇല്ലാത്തത്. ഉണ്ടാകുകയുമില്ല, മറയുന്നുമില്ല. ഉണ്ടായെങ്കിലല്ലേ മറയേണ്ടതുള്ളൂ. അപ്പോൾ ദേവി ഉണ്ടാകുന്നുമില്ല, മറയുന്നുമില്ല എന്ന് വെച്ചാൽ ദേവി ഇവിടെ സ്ഥിരമാണ്. ദേവിക്ക് ഭാവവും അഭാവവും ഇല്ല. ദേവി എപ്പോഴും ഇവിടെയുണ്ട്. പണ്ടേ തൊട്ടേ ദേവി ഇവിടെ ഉള്ളതാണ്. അപ്പോൾ എന്താണ്? ദേവിക്ക് ഭാവവുമില്ല, അഭാവവുമില്ല. എപ്പോഴും ഒരേപോലെ എന്നും ഉള്ളത്, സ്ഥിരമായിട്ടുള്ളത്. അതാണ് ഭാവ അഭാവ വിവർജിത. അപ്പം നമ്മൾ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇന്നിപ്പം 680 നാമങ്ങളായി. ഓരോ നാമത്തിലും നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങളാണ് ദേവിയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ അറിവ് നേടി ദേവിയിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. നമ്മൾ ദേവിയെ എന്താ പറയുന്നത്, സന്ധ്യാസമയത്ത് ഓരോ നാമങ്ങൾ ചൊല്ലി നമ്മൾ ദേവിയെ പൂജിക്കുകയാണ്, ഉപാസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ലളിതാ പരമേശ്വരി നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഐശ്വര്യം തരുമാറാകട്ടെ. നമുക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.